നമ്മളിന്ന് സിത്താരയെ കാണാനുള്ള യാത്രയിലാണ്. തോണിക്കടവ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് സിത്താര ഇവിടെ എത്തുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ കരിയാത്തമ്പാറയിൽ എത്തുന്നുണ്ട്. അപ്പോൾ സിത്താരയെ കാണാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഞങ്ങളെല്ലാം റെഡിയായി അങ്ങോട്ട് പുറപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പം ഫുള്ള് ലൈറ്റുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവിടെ കയറിയ പാട് തന്നെ ടിക്കറ്റ് എടുത്തു. ഗൂഗിൾ പേ വർക്കായിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം ജാം ആയതുകൊണ്ട് ഗൂഗിൾ പേ കിട്ടിയില്ല. എന്നിട്ട് പൈസ ഒക്കെ എടുത്ത് ക്യാഷൊക്കെ എടുത്ത് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് പിന്നെ അതിലൂടെ ഇങ്ങനെ നടന്നു പോയിട്ടോ. 2 കിലോമീറ്റർ നടന്നാലേ നമ്മൾ പാട്ട് നടക്കുന്ന സ്ഥലത്തെത്തുകയുള്ളൂ. അപ്പോൾ രാത്രി വൈകുന്നേരമുള്ളൊരു നടത്തം ഇങ്ങനെ ഇതിൻ്റെ കരയിലൂടെയൊക്കെയുള്ള നടത്തം ഭയങ്കര രസമാണല്ലോ. അങ്ങനെ നമ്മളങ്ങനെ നടന്നു പോയി. അതുമല്ല ചുറ്റും ഇങ്ങനെ വിളക്കുകളൊക്കെ പ്രകാശിപ്പിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള വീടുകളിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു പോകാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ 2 കിലോമീറ്റർ കഥയൊക്കെ പറഞ്ഞ് ആ നദിയുടെ കരയിലൂടെ ഇങ്ങനെ നടന്നു പോയി. പിന്നെ അവിടെ എത്തിയപ്പോൾ ഒരു ക്യൂ ഉണ്ടായിരുന്നു. ആ ക്യൂ ഒക്കെ നിന്നിട്ട് വേണം എങ്ങോട്ട് കിടക്കാൻ വേണ്ടിയിട്ട്, ഇതിലെ ഉള്ളിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരം ഈ തോണിക്കടവ് എന്ന് എഴുതിയെടുത്തൊക്കെ ഒരു ക്യൂ ഉണ്ടായിരുന്നു. ആ ക്യൂവിലൂടെ കടന്ന് അവിടെ എത്തി. അവിടെ ഉള്ളിലേക്ക് കിടക്കുമ്പോഴും ഇങ്ങനെ ഭയങ്കര ദീപാലങ്കൃതമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നിറയെ അവിടെയുള്ള മരങ്ങളിലൊക്കെ നിറച്ചും ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് നോക്കി ആളുകൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ അങ്ങനെ നടന്ന് ഉള്ളിലേക്ക് പോയി. പിന്നെ അവിടെ ഇതിൻ്റെ പുഴയുടെ തീരത്ത് ഇങ്ങനെ കമ്പിവേലിയൊക്കെ പിടിപ്പിച്ചിട്ട് തോണിക്കടവ് എന്ന് മനോഹരമായിട്ട് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ട്, അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഫോട്ടോ എടുക്കലിലൊക്കെ ഞങ്ങൾ പങ്കെടുത്തു. അതിങ്ങനെ എഴുതി വെച്ചത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പുഴയിലായിട്ട് പല നിറങ്ങൾ കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പച്ചപ്പും പല നിറങ്ങൾ കൊണ്ട് ലൈറ്റിൽ എഴുതി വെച്ചതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെ ഫുഡ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കൊത്തു പൊറാട്ടയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് വീഡിയോ എടുത്തു, അതൊക്കെ കഴിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ചത്ര ടേസ്റ്റ് എനിക്ക് കൊത്തു പൊറാട്ടയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെയൊക്കെ ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. എന്താ പറയുക, കോളിഫ്ലവർ പൊരിച്ചത്, കുഞ്ഞിപ്പത്തിരിയും ചിക്കനും, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. പിന്നെ സിത്താരയുടെ അടിപൊളി പാട്ട് കണ്ടു. പിന്നെ ഒരു ഐഡിയ സ്റ്റാർ സിംഗറിലുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. എന്താ പറയുക, തോണിക്കടവ് നിറച്ചും എന്ന പോലെ ജനങ്ങളുണ്ടായിരുന്നു. അത് കണ്ടിട്ട് സിത്താരയ്ക്ക് ഭയങ്കര സന്തോഷമായി. അതിനെപ്പറ്റി അവർ പറയുകയുണ്ടായി. ആണുങ്ങളും പെണ്ണുങ്ങളും വേർതിരിച്ചൊന്നും നിർത്താണ്ട് എല്ലാവരെയും ചേർന്നിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ആരും തമ്മിലൊരു പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആളുകൾ സഹകരിച്ച് സ്നേഹത്തോടെയൊക്കെ നിൽക്കുന്നത് കണ്ടപ്പോൾ ആ ഒരു സംഭവത്തെപ്പറ്റി സിത്താര അതിൽ പറയുന്നുണ്ടായിരുന്നു. അവർക്ക് ആളുകൾക്ക് ബോറടിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി അവൾ ജനങ്ങളെ കൊണ്ട് പാട്ട് പാടിച്ചും അവരുടെ ഇടയിലേക്ക് വന്നൊക്കെയായിരുന്നു നടത്തിയിരുന്നത്. എന്തായാലും നല്ല മനോഹരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു ഇന്ന്.